അതാണ് എടുത്തു പറയേണ്ട ഒരു പേര്. കാരണം അവനൊരു മുസ്ലിമാണ്. ദിശയ്ക്ക് നീതി തേടി ഇറങ്ങിയ ആക്ഷൻ കൗൺസിൽ ദിശയുടെ കൊന്ന പ്രതി എന്ന് കോടതി വിധിച്ച ആൾക്ക് നീതി വേണമെന്ന് ഇപ്പോഴും തീർച്ചയായും ഒരു സഹതാപ കഥാപാത്രത്തിൽ നിന്ന് ഒരു തമാശ കഥാപാത്രമായി ദിശയുടെ അമ്മ മാറി. അതെ, പുനരന്വേഷണം അല്ലെങ്കിൽ ഒരു ഫർദർ അന്വേഷണം നമ്മൾ വ്യക്തമായ എല്ലാ തെളിവുകളും കൊടുത്തുകൊണ്ട് തന്നെ ഇത് സുപ്രീം കോടതിയിൽ നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നുണ്ട്. ജിഷ ഒരു ഹിഡൻ ക്യാമറയും ആയുധവും ഒക്കെ കരുതി വെച്ചു. ജിഷ ആരെയോ പേടിക്കുന്നു. തീർച്ചയായിട്ടും ചിലരെങ്കിലും പറഞ്ഞു കേട്ട ഒരു കഥ. നിങ്ങൾ വിശ്വസിക്കില്ല, ഞാനും വിശ്വസിക്കില്ല, കേൾക്കുന്ന സാധാരണക്കാരായവരും വിശ്വസിക്കില്ല. ജിഷയുടെ ആത്മാവ് ആരോടൊക്കെയോ സംസാരിച്ചത്. അന്ന് ജിഷയുടെ കൊലപാതകത്തിന് ശേഷം അയൽപക്കത്തുള്ള ഒരു സാബു എന്നുള്ളൊരു ആളെ പിടിച്ചുകൊണ്ടുപോയി. പിന്നെ അദ്ദേഹം ആത്മഹത്യ ചെയ്തു. പിന്നെ നിയമ വിദ്യാർത്ഥി എന്ന നിലയ്ക്ക് ജിഷ പഠിക്കുന്ന കോളേജിലും ഒരുപാട് പ്രശ്നങ്ങൾ ജിഷ നേരിട്ടിട്ടുണ്ട്. ജിഷ പേടിച്ചിരുന്ന തീർച്ചയായിട്ടും. അല്ലെങ്കിൽ ആ ഹിഡൻ ക്യാമറ മേടിക്കേണ്ട കാര്യമില്ലല്ലോ ജിഷയ്ക്ക്. അങ്ങനെ ഒരു ക്യാമറ വെക്കേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ മുന്നേ ഒരു ചോദ്യം ചോദിച്ചത്, ആരായിരുന്നു എന്ന് പറഞ്ഞു. ജിഷ എന്തായിരുന്നു, ജിഷ ആരായിരുന്നു? പറഞ്ഞല്ലോ, ഇങ്ങനെ ജിഷയെ പേടിക്കേണ്ടത് ആരെങ്കിലും ആണ് ഇത് ചെയ്തതെങ്കിൽ എന്തിനാണ് ആ ജിഷയെ പേടിക്കേണ്ടത് എന്ന ആ നമുക്ക് പറയാൻ പറ്റില്ല. അത് കണ്ടെത്തേണ്ടത് പോലീസാണെന്ന് തന്നെ ഞാൻ പറഞ്ഞു. ഇത്തരം കാര്യങ്ങള് ജിഷയുടെ അമ്മ പലപ്പോഴും നിലപാടുകൾ മാറ്റി പറയുന്ന ഒരു സ്ത്രീ. അവര് പിന്നീട് ക്യാമറകൾക്കും മാധ്യമങ്ങൾക്കും മുന്നിൽ വന്നൊരു എല്ലാവരുടെയും ഒരു സഹതാപ കഥാപാത്രത്തിൽ നിന്ന് ഒരു തമാശ കഥാപാത്രമായി ജിഷയുടെ അമ്മ മാറി. ഇതൊക്കെ ഈ കേസിന്റെ ഒരു തീവ്രത, ആളുകളുടെ മനസ്സാക്ഷിയെ നൊന്ത കുറെ കാലം പത്രങ്ങളുടെ തലക്കെട്ടായി, വാർത്തകളുടെ തലക്കെട്ടായി നിന്ന ജിഷ കൊലപാതകത്തെ വേറൊരു മുഖമാക്കി മാറ്റാൻ ഈ ജിഷയുടെ അമ്മയുടെ പെരുമാറ്റം കൊണ്ട് അതവരങ്ങനെ ആക്കിയെടുത്തു എന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നിയിട്ടുള്ളത്. അവര് വെറും ഒരു ടൂളായിരുന്നു, ജനങ്ങൾക്ക് മുന്നിലേക്ക് ഇട്ടുകൊടുത്ത ഒരു ടൂള്. മറ്റുള്ളതിൽ നിന്നൊക്കെ മാറ്റി ജനശ്രദ്ധ മാറ്റാനായിട്ട് ഇവരെ ഇട്ട് കൊടുത്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പോൾ നമുക്കറിയാം സൗമ്യ വധക്കേസും അങ്ങനെ ഒട്ടനവധി കൊലക്കേസുകൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. ഒന്നും വേണ്ട, ആലുവയിൽ ഇപ്പൊ അടുത്ത നാൾക്ക് മുൻപ് ഒരു കുഞ്ഞുകുട്ടീനെ ഒരു അന്യ സംസ്ഥാന തൊഴിലാളി കൊന്ന കാര്യമൊക്കെ നമുക്കറിയാം. പക്ഷെ എന്നിട്ട് പോലും അവിടെ ഒരു പോലീസ് പ്രൊട്ടക്ഷൻ ഇതൊന്നും കൊടുത്തിട്ടില്ല. പക്ഷെ എന്തുകൊണ്ട് രാജേശ്വരിക്ക് മാത്രം ഒരു പോലീസ് പ്രൊട്ടക്ഷൻ കൊടുത്തു? എന്തിനു വേണ്ടിയിട്ട്? പിന്നെ അവർക്ക് വീട് നിർബന്ധിച്ച് നൽകി. ഓക്കെ, അതൊക്കെ നമുക്ക് വീടിന്റെ കാര്യം പറയുമ്പോൾ എനിക്കൊരു കാര്യം പറയാം. ഒരു ആക്ടിവിസ്റ്റായ അമ്പിളി ഓമനക്കുട്ടനോടാണ്. കോളനിക്ക് എന്തോ ഒരു പേരുണ്ട്, ഈ ജിഷ താമസിച്ചിരുന്ന കോളനി. ആ കോളനിയിലെ വീടുകൾ കനാൽ പുറമ്പോക്കുകളിലാണ് ആ വീടുകൾ നിൽക്കുന്നത്. ഈ വീട് മാത്രമാണ് ഒറ്റപ്പെട്ട് നിൽക്കുന്നത്. പക്ഷേ ഇപ്പോഴും അടച്ചുറപ്പില്ലാത്ത 100ഓളം വീടുകൾ അവിടെയുണ്ട്. അവിടെ എല്ലാം പെൺകുട്ടികളുണ്ട്. അപ്പോൾ സർക്കാർ മരണപ്പെട്ട ജിഷയുടെ കുടുംബത്തെ മാത്രമായിരുന്നില്ല അവിടെ ഏറ്റെടുക്കേണ്ടത്. അതെ, എല്ലാവർക്കും അതിനുള്ള ഒരു സുരക്ഷിതത്വം അവിടെ നൽകേണ്ടതായിരുന്നു. സർക്കാർ അങ്ങനെ ചെയ്തിട്ടില്ലല്ലോ. ഇത് സർക്കാരിന്റെ ഒരു ഉത്തരവാദിത്വം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഇത് സെൻസേഷണലായിട്ട് വന്നൊരു കേസും സർക്കാരിന്റെ നിലനിൽപ്പും എല്ലാം കൂടി വന്നപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും പലതരത്തിലുള്ള സംശയങ്ങൾ ഗവൺമെന്റിനെതിരെയും തിരിയാം. അല്ലെ, ജിഷ കൊല ചെയ്യപ്പെട്ടതിന് ശേഷം ഈ പോലീസ് പ്രൊട്ടക്ഷന്റെ കാര്യം നമുക്ക് ഗവൺമെന്റാണ് അതിന് ഉത്തരം തന്നത്. എന്തിനു വേണ്ടിയിട്ട് അങ്ങനെ കൊടുത്തു? ഇവർക്ക് എന്താണ് ഇവർക്കെതിരെ ഉള്ള ഒരു എനിക്ക് തോന്നിയിട്ടുള്ളത്? അപ്പോൾ ഇവര് ജനങ്ങളിൽ നിന്നും മാറി നിൽക്കാൻ വേണ്ടിയിട്ട്, ജനങ്ങളായിട്ട് സംസാരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടലായിട്ട് എനിക്ക് തോന്നിയേക്കണത്. പിന്നെ അതിനുശേഷം ഇവരൊരു കോമാളിയായിട്ട് ചിത്രീകരിച്ച് ജനങ്ങൾക്ക് മുന്നിലേക്ക് പ്രതി അവനെ തൂക്കിക്കൊല്ലണമെന്ന് വാദിച്ചുകൊണ്ടിരുന്ന ജിഷയുടെ അമ്മ പിന്നീട് ഒരു ഘട്ടത്തിൽ പറയുന്നു അമീർ അല്ല പ്രതി. ഇലന്തൂരിൽ ഇരട്ടക്കൊലപാതകം നടന്നപ്പോൾ ഷാഫിയാണ് എന്റെ മകളെ കൊന്നത് രാജേശ്വരി പറയുന്ന. അവർക്കൊരു സ്ഥിരതയില്ലാത്ത രൂപത്തിലാണ് അവർ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഷാഫിക്ക് എന്തെങ്കിലും കണക്ഷൻ ഉള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്? അന്ന് ഞാൻ അതിനെ കുറിച്ച് എഴുതിയിരുന്നു. പക്ഷെ ഷാഫിക്ക് കൊലപാതക രീതി ഒരു മോഡൽ തന്നെയാണ്. കാരണം അതും അത്രയും ക്രൂരമായിട്ടാണ് ആ സ്ത്രീകളെ കൊല ചെയ്തേക്കണത്. അതും അവയവ മാഫിയയുടെ എന്തോ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ അതിനകത്ത് നമ്മൾ ദുരൂഹത ഉണ്ടായിരുന്നു അതിനകത്ത്. അതെ, നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ അത് അത്ര ക്രൂരമായിട്ട് ഇതേ സെയിം മാനസികാവസ്ഥയോട് തന്നെയാണ് അതും നടന്നേക്കുന്നത്. അപ്പൊ ഷാഫിയുടെ സ്ഥലവും ഈ ജിഷയുടെ വീടും അധികം ദൂരത്തല്ലാതെയാണ്. പക്ഷെ ഷാഫി അവിടെ ഉണ്ടായിരുന്നില്ല, വർഷങ്ങളായിട്ട് അവിടെ ഇല്ല എന്ന് പറയുന്നു. പക്ഷെ ഇങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ ഒരു ക്രിമിനൽ അവിടെ താമസിച്ചിരുന്നു എന്നുള്ള നിലയ്ക്ക് പോലീസിന്റെ അന്വേഷണം ആ വഴിക്കും പോവേണ്ടതല്ലേ? ഒരിക്കലും ഉണ്ടായിട്ടില്ല. ജിഷയുടെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ ശരീരത്തിൽ മദ്യത്തിന്റെ അംശം ഉണ്ടായിരുന്നു, ബിരിയാണിയുടെ അംശം ഉണ്ടായിരുന്നു. അപ്പോൾ ആഹാരമൊക്കെ കഴിച്ച് അത് പിന്നീട് കേസിൽ പറയുന്നു അമീർ വെള്ളം ചോദിച്ചപ്പോൾ മദ്യം വയലേക്ക് ഒഴിച്ചു കൊടുത്തതാണ്. അപ്പോൾ താങ്കൾ പറയുന്നു ജിഷയെ പോലൊരാൾക്ക് അമീറിനെ തള്ളി മാറ്റി ഓടി പുറത്തേക്ക് ഇറങ്ങാനുള്ള സാഹചര്യം ഉണ്ടാകുമായിരുന്നു.
രണ്ടാമത്തെ കാര്യം, ജിഷ ഒരു ഹിഡൻ ക്യാമറയും ആയുധവും ഒക്കെ കരുതി വെച്ചിരുന്നു. ജിഷ ആരെയോ പേടിക്കുന്നുണ്ടായിരുന്നു. തീർച്ചയായിട്ടും. മരണത്തിന് മുമ്പുള്ളൊരു ജിഷയുടെ ജീവിതമുണ്ട്. അതിനെപ്പറ്റി എപ്പോഴെങ്കിലും തിരക്കിയിട്ടുണ്ടോ? തിരക്കിയിട്ടുണ്ട്. തീർച്ചയായിട്ടും. അത് ആ ഒരു അത്രയധികം കഷ്ടപ്പാടിലൂടെ ജീവിച്ചു വന്ന ഒരു പെൺകുട്ടിയാണ് ജിഷ. അച്ഛനും ഉപേക്ഷിച്ച് പോയ ഒരു കഥയൊക്കെ നമുക്കറിയാം. അമ്മ മറ്റുള്ള വീടുകളിലൊക്കെ പണിക്ക് പോയാണ് വളർത്തി കൊണ്ടുവന്നത്. പിന്നെ നിയമവിദ്യാർത്ഥി എന്ന നിലയ്ക്ക് ജിഷ പഠിക്കുന്ന കോളേജിലും ഒരുപാട് പ്രശ്നങ്ങൾ ജിഷ നേരിട്ടിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് പറയുന്ന പോലെ ഈ ജാതിയുടെ കാര്യങ്ങൾ നമുക്കറിയാലോ. ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ഒരു പ്രശ്നം തന്നെയാണ് ജാതി വ്യവസ്ഥ. അത് നമുക്കില്ലെന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ജിഷ ക്ലാസ്സിൽ ചെല്ലുമ്പോൾ ക്ലാസ്സില്ലെന്ന് പറയുകയും ജിഷ അപ്പോൾ തിരിച്ചു പോരുകയും അതിനുശേഷം മറ്റുള്ള കുട്ടികളെ ഇരുത്തി ക്ലാസ് എടുക്കുകയും ഉണ്ടാവുന്ന ഒരു സാഹചര്യം വരെ കോളേജുകളിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത്രയധികം കോളേജിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നൊക്കെ ഓരോ കാര്യങ്ങൾ അനുഭവിച്ച് തന്നെയാണ് ജിഷ ജീവിതത്തോട് പോരാടിക്കൊണ്ടിരുന്നത്. എന്തു തന്നെ ആയാലും ഒരു നിയമ വിദ്യാർത്ഥി ഇത് പഠിച്ച് എനിക്കൊരു നല്ലൊരു ജോലി കിട്ടി ഒരു നല്ലൊരു കുടുംബം ഉണ്ടാക്കണം എന്നുള്ള രീതിയിൽ തന്നെയാണ് ജിഷ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പിന്നെ അതിനുശേഷം കോളേജിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായപ്പോൾ ജിഷ പോലീസ് സ്റ്റേഷനിലൊക്കെ പരാതി കൊടുത്തിട്ടുണ്ട്. പക്ഷെ അവരൊക്കെ വളരെ മോശമായിട്ടാണ് ജിഷയോട് ബിഹേവ് ചെയ്തതെന്നുള്ളതും ഞാൻ കേട്ടിരുന്നു. അപ്പോൾ അങ്ങനൊരു സാഹചര്യത്തിൽ വളർന്ന കുട്ടി ഇങ്ങനൊരു കൊലപാതകം വരുമ്പോൾ നമുക്കത് പെട്ടെന്ന് ഇത്രയും വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അമീറാണ് കൊന്നതെന്ന് പറയുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇവിടെ നീതി കിട്ടണം എന്നുണ്ടെങ്കിൽ ജിഷയ്ക്ക് നീതി കിട്ടിയെന്ന് പറയണമെന്നുണ്ടെങ്കിൽ യഥാർത്ഥ പ്രതി വരണം, അമീറിന് നീതി കിട്ടണം. എങ്കിലേ നമുക്ക് ജിഷയ്ക്ക് നീതി കിട്ടിയെന്ന് പറയാൻ പറ്റുള്ളൂ. കാരണം ജിഷയുടെ കൊലപാതകത്തിൽ ഇപ്പോൾ അമീർ മദ്യം ഒഴിച്ചു കൊടുത്തു എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ പോസ്റ്റ്മോർട്ടത്തിൽ പറയുന്നത് മദ്യത്തിൻ്റെ അംശവും ഭക്ഷണത്തിൻ്റെ അംശവും ജിഷയുടെ ആമാശയത്തിലുണ്ടായിരുന്നു എന്നുള്ളതിലാണ് പറയുന്നത്. ജിഷയുടെ കൊലപാതകത്തിന് ശേഷം അമീർ എന്തിനായിരിക്കും നാട്ടിലേക്ക് പോയത്? ജിഷയുടെ കൊലപാതകത്തിന് ശേഷം അന്ന് അമീർ പറഞ്ഞത് അമീർ ഒരു 5 മണി അതിൻ്റെയൊക്കെ അടുത്തുള്ള ഒരു ട്രെയിനിന് ആസാമിലേക്ക് പോയെന്നാണ് പറയുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്ക് എന്തോ സുഖമില്ലായ്മ ഉണ്ടായിരുന്നു. അപ്പോൾ പിറ്റേ ദിവസം എന്തോ സർജറിയൊക്കെ പറഞ്ഞിരുന്നു ഹോസ്പിറ്റലിൽ. അപ്പോൾ അതിനെ തുടർന്നാണ് അദ്ദേഹം പോകുന്നത് നാട്ടിലേക്ക്. പിന്നീടാണ് അവിടെ നിന്ന് ഇവിടെ വിളിച്ചു വരുന്നത്, പോലീസ് ക്ലബിലൊക്കെ വിളിച്ചു വരുന്നത്. അപ്പോഴും ഈ കൊലപാതകത്തെക്കുറിച്ച് അമീർ അറിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. പിന്നീട് നാട്ടിൽ പെരുമ്പാവൂർ വന്നു. കൊല ചെയ്ത ഒരാൾ വീണ്ടും പെരുമ്പാവൂർക്ക് എന്തായാലും വരില്ലല്ലോ. എന്തായാലും പേടിച്ച് നമ്മൾ മാറി ഒളിവിൽ പോകാനേ സാധ്യതയുള്ളൂ. അറിയാണ്ടിരിക്കാൻ വഴിയുണ്ടോ? കൂടെ താമസിച്ചിരുന്നവർ പറയില്ലേ, സ്വന്തം നാട്ടിൽ ഇത്രയും പ്രമാദമായ ഒരു കേസ് നടക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഫോൺ ചെയ്യുമ്പോൾ അവിടെ അമീറിനൊപ്പം താമസിച്ചിരുന്നവർ ഉണ്ടെന്ന് പറയാം. പക്ഷെ ജിഷ എന്നൊരാളെ അറിയുന്നില്ലല്ലോ. ഇപ്പൊ ജിഷയുടെ വീട്ടുകാർ തന്നെ പറഞ്ഞല്ലോ അമീറിനെ കുറിച്ച് അറിയില്ല എന്നുള്ളത്. അപ്പൊ അമീറും അതേപോലെ തന്നെ ജിഷ എന്നുള്ളൊരു വ്യക്തിനെ അറിയണമെന്ന് ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ഇവിടെ വന്നു. അതിനുശേഷം ആണ് വേറെ ജോലി അന്വേഷിച്ച് കാഞ്ചീപുരത്ത് തമിഴ്നാട്ടിലേക്ക് പോകുന്നത്. വീണ്ടും അവിടുന്ന് സോജൻ അടക്കമുള്ള പോലീസുകാരെ പോയിട്ടാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നത്. ഇവിടെ വരുമ്പോഴാണ് പറയുന്നത് ഇങ്ങനെ ജിഷ എന്ന പെൺകുട്ടിയെ കൊന്നതിന് ശേഷം ഇതിന് വേണ്ടിയിട്ടാണ് പ്രതിയായിട്ടാണ് അമീറിനെ പിടിച്ചുകൊണ്ട് വരുന്നതെന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും ആളുകൾക്ക് ഉണ്ടാകുന്ന സംശയങ്ങളിൽ ഒന്നാണ്. ഒന്ന് DNA കാര്യം പറഞ്ഞതുപോലെ എന്തുകൊണ്ട് അമീർ ഈ സംഭവ ദിവസം അല്ലെങ്കിൽ ആ സംഭവത്തിനോട് അടുത്ത സമയങ്ങളിൽ നാട്ടിലേക്ക് മടങ്ങി? അതിലൊരു ദുരൂഹത ബാക്കിയായി കിടക്കുന്നു. അത് തെളിയിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ ഇത് തെളിയിക്കേണ്ടിയിരുന്ന അഭിഭാഷകൻ, ഞാൻ ഈ കേസ് ആദ്യം വാദിച്ച അഭിഭാഷകനുമായി സംസാരിച്ചത്, അദ്ദേഹം അറിഞ്ഞില്ല അദ്ദേഹത്തിൽ നിന്ന് കേസ് ആളൂരിലേക്ക് രാജൻ. അപ്പോൾ അദ്ദേഹം പ്രതിക്ക് വേണ്ടി അപ്പിയർ ചെയ്ത വക്കീലാണ്. പിന്നീടാണ് ആളൂർ രംഗപ്രവേശനം ചെയ്തത്. ആളൂരിന് വക്കാലത്ത് കിട്ടിയത് നിലവിൽ വക്കാലത്ത് ഉണ്ടായിരുന്ന വക്കീൽ അറിയുന്നില്ല. പിന്നീട് ആളൂർ മാറുന്നു, ശാസ്തമംഗലം വജിത്ത് വരുന്നു. ഇപ്പോൾ സുപ്രീം കോടതിയിൽ വേറെ പ്രതികൾ. സ്വാഭാവികമായിട്ടും ഇത് ഈ കേസിനെ കുറിച്ച് നോക്കി കാണുന്ന സാധാരണക്കാരായ മനുഷ്യർ മനസ്സിലാക്കുന്നത് ഇവനെന്തോ വലിയ സംഭവമാണ്, ഇവന് വേണ്ടി വാദിക്കാൻ വലിയ വലിയ വക്കീലന്മാർ വന്നിറങ്ങുന്നു, സ്വാഭാവികമായിട്ട് ഇവൻ കുറ്റക്കാരനാണ്, ഇവന്റെ പിന്നിൽ ഏതോ ഒരു മാഫിയുണ്ട് എന്ന തോന്നലുണ്ടാകും. അപ്പോഴാണ് നിങ്ങളിവിടെ ജിഷയ്ക്ക് നീതി തേടി ഇറങ്ങിയ ആക്ഷൻ കൗൺസിൽ ജിഷയുടെ കൊന്ന പ്രതി എന്ന് കോടതി വിധിച്ച ആൾക്ക് നീതി വേണമെന്ന് ഇപ്പോൾ തീർച്ചയായിട്ടും ജിഷയ്ക്ക് നീതി കിട്ടണമെങ്കിൽ അമീറിന് നീതി കിട്ടണം. അമീർ പുറത്തു വന്ന് യഥാർത്ഥ പ്രതിയെ പിടിച്ചാൽ മാത്രമേ ജിഷയ്ക്ക് നീതി. അപ്പൊ എന്റെ ചോദ്യം, ജിഷയ്ക്ക് വേണ്ടി തെരുവിലിറങ്ങാൻ ഒരു വലിയ വിദ്യാർത്ഥി സമൂഹം ഉണ്ടായിരുന്നു, ആക്ഷൻ കൗൺസിൽ ഉണ്ടായിരുന്നു, മലയാള മനസാക്ഷി മുഴുവൻ ഉണ്ടായിരുന്നു. അമീർ പ്രതിയാണെങ്കിൽ എന്തുകൊണ്ടാണ് അത്രയും വലിയൊരു ആവശ്യങ്ങളൊന്നും ഇപ്പോൾ കേൾക്കുന്നില്ല? നിങ്ങളെ പോലെ കുറച്ചുപേർ മാത്രമാണ് ഇത് ആവശ്യപ്പെടുന്നത്. അതിന്റെ പുറകിൽ ഒരുപാട് കാരണങ്ങളുണ്ടാവും. ഒന്നാമത്തെ ജനങ്ങൾ മുന്നിട്ട് ഇറങ്ങാന്ന് പറഞ്ഞാൽ അത് ഇത്തിരി അല്പം റിസ്ക് ഉള്ള കാര്യമാണ് ഇത്തരം കാര്യങ്ങളിൽ. അതുകൊണ്ട് അത് നമുക്ക് ഊഹിക്കാവുന്ന കാര്യമാണല്ലോ. ഇപ്പൊ ഇറങ്ങിയ സ്ഥിതിക്ക് നമുക്ക് തന്നെ ഒരുപാട് കാര്യങ്ങൾ അറിയാം. അപ്പൊ ആ ഒരു പേടി ചിന്താഗതികളൊക്കെ മിക്ക ആൾക്കാർക്കും ഉണ്ടാവും. പിന്നെ
അതിഥി തൊഴിലാളിയല്ലേ? അതെ, അതൊരു മസ്റ്റ്, അതൊരു കാര്യം. അവന്റെ പേര് അമീറുൽ ഇസ്ലാം, അതാണ് എടുത്തു പറയേണ്ട ഒരു പേര്. കാരണം അവനൊരു മുസ്ലിമാണ്. അത് മടി കൂടാതെ പറയാം. സ്വാഭാവികമായും ഇത്രയും പ്രശ്നങ്ങൾ കൊണ്ടുവരുമ്പോൾ ജിഷയുടെ അച്ഛൻ മരണപ്പെടുന്നതിന് മുമ്പ് CBI അന്വേഷണം ആവശ്യപ്പെട്ടിരുന്നു. തീർച്ചയായിട്ടും ആവശ്യപ്പെട്ടിരുന്നു. ആക്ഷൻ കൗൺസിൽ എന്തുകൊണ്ടാണ് ഇതൊരു പുനരന്വേഷണം വേണമെന്ന് ആവശ്യപ്പെടാത്തത്? ഞങ്ങൾ ഹൈക്കോടതിയിൽ ഇതിന് വേണ്ടിയിട്ട് അപ്പീൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ഹർജി, അതിൻ്റെ ഡോക്യുമെന്റ്സ് എടുക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിരുന്നു. പക്ഷെ അത് ഹൈക്കോടതി തള്ളുക ചെയ്തത്. പിന്നെ അതിന് ശേഷമാണ് സുപ്രീം കോടതിയിലേക്ക് പോകാനുള്ള നിലപാടിൽ നിൽക്കുമ്പോഴാണ് ഈ ഒരു വിധി പെട്ടെന്ന് വരുന്നത്. നമ്മൾ ശാസ്തമംഗലം വാദിക്കുന്നു, പിന്നെ പെട്ടെന്ന് ഒരു വിധി വരുന്നു. ഇങ്ങനെ അമീറിന്റെ ഇത് ശരിവെച്ചു. ആളൊരു വാദിച്ചത് ആർക്ക് വേണ്ടിയിട്ടാണ്? അമീറിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയായിരുന്നു, അമീറിനെ ശിക്ഷിക്കാൻ വേണ്ടിയിട്ടായിരുന്നു? അത് അങ്ങനെ പറഞ്ഞാൽ നമുക്ക് അതിനെ വ്യക്തമായിട്ട് പറയാൻ ബുദ്ധിമുട്ടാണ്. അമീറിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ രക്ഷിക്കാനുള്ള കാര്യം ശിക്ഷിക്കാനുള്ള രൂപത്തിലായിപ്പോയി എന്ന് മാത്രമാണ്. അത് ഞാൻ പറഞ്ഞല്ലോ ആദ്യം, മാധ്യമങ്ങളിൽ കിട്ടുന്ന ബിൽഡപ്പ് കോടതികളിൽ അദ്ദേഹത്തിന്റെ പെർഫോമൻസ് ഇല്ല. അത് പൊതുവെ കേൾക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഉള്ള കാര്യം ഉള്ളതുപോലെ പറയാലോ. കോടതികളിൽ അങ്ങനെ ഒരു പ്രശ്നം ഇല്ല എന്നുള്ളത്, അങ്ങനെ ഒരു ബിൽഡപ്പ് അദ്ദേഹത്തിന് കോടതിയിൽ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു ഇത് നിലനിൽക്കുന്നുണ്ട്. ഈ പ്രമാദമാവുന്ന കൊലപാതക കേസുകൾ ഉണ്ടാകുമ്പോൾ ഇദ്ദേഹം തന്നെ നേരിട്ട് വന്നിട്ട് ഞാൻ ഈ കേസ് വാദിക്കാൻ പോവുകയാണ് എന്നൊക്കെ അവകാശപ്പെടുന്നു. കുറെ മീഡിയ കവറേജ് കിട്ടുന്നു, കുറെ ഇന്റർവ്യൂ. അതിനകത്ത് അതിനപ്പുറം വേറെ ഒരു ഹിഡൻ അജണ്ടയൊന്നും അതിനകത്തുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ ഇത്രയും പ്രമാദമായ വക്കീൽ വരുമ്പോൾ പ്രമാദമാകാത്ത ചില കേസുകൾ കിട്ടും, അതിൽ വലിയ ഫീസുകൾ വാങ്ങാൻ പറ്റും. അങ്ങനെ ഒരു അദ്ദേഹത്തിന്റെ പ്രൊഫഷൻ ചെയ്യുന്നു, അതിനകത്ത് നമുക്കൊന്നും ചോദ്യം മാർക്കറ്റിംഗ് ആണത്. അതെ, അതിപ്പോ ഏതിനകത്ത് ഇല്ലാത്തുള്ളത് മാർക്കറ്റിംഗ് ചെയ്യുന്ന സാഹചര്യങ്ങളാണ്. സാഹചര്യങ്ങൾ മാത്രമല്ല, ഇപ്പൊ നമ്മുടെ ഒരു ഹോസ്പിറ്റലിൽ പോയാലും മാർക്കറ്റിംഗ് നടക്കുന്നില്ലേ? എല്ലാ കാര്യത്തിലുണ്ടല്ലോ മാർക്കറ്റിംഗ്. പക്ഷെ ഇവിടെ അതല്ല. നമ്മൾ കുറച്ച് പേരെങ്കിലും നമ്മൾ പറയുന്നുണ്ടല്ലോ അമീർ അല്ല, കാരണം കുറേ തെളിവുകൾ ഉണ്ടല്ലോ. പക്ഷെ ആ തെളിവിന്റെ അടിസ്ഥാനത്തിൽ ഒന്ന് കോടതി അത് എന്തുകൊണ്ടാണ് വ്യക്തമായി പരിശോധിക്കാൻ. ഇത് ആവശ്യപ്പെടേണ്ടത് ആരാണ്? ഈ അമീറിന്റെ ദരിദ്രരായ കുടുംബം. അവർക്കറിയില്ല. കാരണം അമീർ പോലും സ്കൂൾ വിദ്യാഭ്യാസം പോലും ഇല്ലാത്തൊരു മനുഷ്യനാണ്. പിന്നെ അമീറിനെ സംബന്ധിച്ച് അവിടെ ആസാമിലുള്ള പോലീസ് സ്റ്റേഷനിൽ തന്നെ അവർ നമ്മൾ അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു അമീറിന് എതിരെ പോലും ഒരു ചെറിയ പെറ്റി കേസ് പോലും ഇല്ലാത്ത ഒരാളാണ് അദ്ദേഹം. അപ്പോൾ അങ്ങനെയുള്ള ഒരു വിദ്യാഭ്യാസവും ഇല്ല, എഴുതാനും വായിക്കാനും ഇതൊന്നും അറിയാത്തൊരു മനുഷ്യൻ. അമ്മയുടെ വീട്ടുകാരും അങ്ങനെ തന്നെ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് അവർക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നാണ് താങ്കൾ പറയുന്നത്? അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് അതിനെക്കുറിച്ചുള്ള വിവരം ഒരാൾ പറയുമ്പോൾ അത് വിശ്വസിക്കുക എന്നുള്ളത് സ്വാഭാവികമായിട്ടും. അപ്പോൾ എൻ്റെ ചോദ്യം അവിടെയാണ്, ആരാണ് അമീറിന് വേണ്ടി വാദിക്കാൻ, അല്ലെങ്കിൽ അമീറിന് വേണ്ടി പണം മുടക്കാൻ, അല്ലെങ്കിൽ അമീർ നിരപരാധിയാണ്, കേസിൽ പുനരന്വേഷണം വേണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുന്നോട്ട് വരുവാൻ ഇനിയുള്ളത് ആരാണ്? കോടതിയെ സമീപിക്കാൻ ആരാണ്? നിയമപരമായി ഓൾറെഡി അവര് ഇടപെട്ടല്ലോ സുപ്രീം കോടതിയിലേക്ക്. മറ്റേ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അവര് അതൊരു ടീമാണ്. അവർ സ്വാഭാവികമായി ശ്രമിക്കുന്നത് അമീർ കുറ്റക്കാരനാണ്, വധശിക്ഷ ഒഴിവാക്കി ജീവപര്യന്തം. അപ്പോഴും നിങ്ങൾ പറയുന്നത് അല്ല, ഞങ്ങൾ എന്തായാലും ഇടപെടുന്നുണ്ടല്ലോ. അതിന്റെ പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് സുപ്രീം കോടതിയിൽ തന്നെ. അതാണ് എന്റെ ചോദ്യം. തീർച്ചയായിട്ടും ജിഷ കൊലപാതക കേസിലുള്ള പുനരന്വേഷണം. അതെ, പുനരന്വേഷണം അല്ലെങ്കിൽ ഒരു ഫർദർ അന്വേഷണം നമ്മൾ വ്യക്തമായ എല്ലാ തെളിവുകളും കൊടുത്തുകൊണ്ട് തന്നെ ഇത് സുപ്രീം കോടതിയിൽ നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നുണ്ട്. തുടക്കം മുതൽ ആളുകൾക്ക് സംശയത്തിന്റെ മുൾമുനയിൽ നിന്നൊരു കേസാണ്. ആ ചെരുപ്പിന്റെ ചിത്രങ്ങളൊക്കെ വെച്ച് പത്രങ്ങൾ തലക്കെട്ടെഴുതിയത് നമ്മൾ മറന്നിട്ടില്ല. പിന്നീട് അങ്ങോട്ട് ഓരോ ദിവസവും എന്താണ് സംഭവിക്കാൻ പോകുന്നത്? അപ്പോഴാണ് പോലീസ് അതിവിദഗ്ധമായി പിണറായി സർക്കാരിന്റെ കാലഘട്ടത്തിൽ ആഭ്യന്തര വകുപ്പിന്റെ വിജയം എന്ന രീതിയിൽ അമീറുൽ ഇസ്ലാം പ്രതിയായി പിടിക്കപ്പെടും. ഹൈക്കോടതിയിൽ അദ്ദേഹത്തിന് തൂക്കുകയർ വിധിച്ചപ്പോൾ സന്തോഷിച്ച മലയാളികളുണ്ട്. ആ തൂക്കുകയർ വിധിച്ചപ്പോഴും അമീർ അവിടെ ഉറക്കെ വിളിച്ചു പറഞ്ഞിരുന്നു, ഞാൻ ഒരിക്കലും കൊന്നിട്ടില്ല എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞിരുന്നു. ഹൈക്കോടതിയിൽ, ജില്ലാ കോടതിയിലൊക്കെ അദ്ദേഹം വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. കുറ്റബോധത്തിന്റെ എന്തെങ്കിലും ഒരു ചാഞ്ചല? കുറ്റബോധം ഒരിക്കലും അദ്ദേഹത്തിന്റെ ഒരു ഇത് വന്നിട്ടില്ലേ. അങ്ങനെ ഒരു പ്രശ്നം നമുക്ക് കണ്ടാൽ തന്നെ, നേരിട്ട് കാണുമ്പോൾ തന്നെ നമുക്ക് അങ്ങനെ തോന്നില്ല. കുറ്റബോധത്തിന്റെ ഒരു ഇതുപോലെ നമുക്ക് ഞങ്ങൾ പറയുന്നത് വിശ്വസിക്കണ്ട. ഞാൻ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ശ്രീലേഖ മാഡം പോലും അങ്ങനെ ഒരു കാര്യം എടുത്തു പറയുന്നുണ്ട്. മാഡം തന്നെയല്ല, ഇഷ്ടംപോലെ ആൾക്കാർ ഇപ്പം ജയിലിൽ ചെന്നു. ഓൾറെഡി ഞാൻ പേര് പറയുന്നില്ല, കാരണം അവരുടെ ജോലി കൂടി ഞാൻ കളയിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. അവിടെയുള്ളവർ പോലും എന്നോട് പറഞ്ഞത് മാഡം അവനല്ല ഇത് ചെയ്തത്. അങ്ങനെ അവർ പറയണമെന്നുണ്ടെങ്കിൽ പെരുമ്പാവൂരിൽ ഞാൻ പോയി സംസാരിച്ച 10-12 പേരും ഇത് തന്നെയാണ് പറയുന്നത്. സാധാരണക്കാർ ജനങ്ങളല്ല, ജയിലിലെ പോലീസുകാർ തന്നെയാണ് പറയുന്നത്. സാർ മാഡം അവരല്ല അത് ചെയ്തത്. പിന്നെ ആര്? അതിന്റെ പിറകില് വലിയ ആൾക്കാരുണ്ടാവാം, അല്ലാതെ ഇങ്ങനൊരു ഇത് നടക്കില്ലല്ലോ.
നമുക്കങ്ങനെ പറയാനില്ല. കാരണം അത് കണ്ടുപിടിക്കേണ്ടത് പോലീസിൻ്റെ ഉത്തരവാദിത്വമാണ്. നമ്മൾ ഇത്തരം കാര്യങ്ങൾ, ഇത്തരം തെളിവുകൾ മുന്നോട്ട് വയ്ക്കുക എന്നുള്ളതാണ്. അത് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാം. ഈ തെളിവുകൾ മുഴുവൻ വെച്ചിട്ട് അമീർ അല്ല ഇത് ചെയ്തതെന്ന് നമുക്ക് വാദിക്കാൻ പറ്റും. സ്വാഭാവികമായും ഈ ഒരു കേസിൽ ഒരു പുനരന്വേഷണം ഉണ്ടാകാതിരിക്കേണ്ടതും അമീർ അല്ല പ്രതി എന്ന് പറയാതിരിക്കേണ്ടതും കേരള പോലീസിന്റെ ആവശ്യമാണ് ഇപ്പോൾ. തീർച്ചയായിട്ടും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അമീർ അല്ല പ്രതി എന്നുള്ളത് ഒരു കോടതി ഉത്തരവ് വന്നു, അതിനൊരു ഫർദർ അന്വേഷണം വിട്ടിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മുടെ ഗവൺമെന്റ് തുടങ്ങി, പോലീസ് ഉദ്യോഗസ്ഥർ തുടങ്ങി, കോടതി ആരായിരുന്നു അന്നത്തെ ജഡ്ജി അടക്കം പോയി പായമെടുത്ത് ജയിലിൽ പോയി കിടക്കേണ്ട ഒരു അവസ്ഥ. ഉദ്യോഗസ്ഥരായിരുന്ന പലരും റിട്ടയർഡായി വീട്ടിലിരിക്കുകയാണ്. റിട്ടയർഡ് ആയാലും അവിടെ നിന്ന് പോക്കാൻ പറ്റുമല്ലോ. അങ്ങനെയുള്ള ആൾക്കാർ അവിടെ ജയിലിൽ പോയി കിടക്കേണ്ടി വരും. കാരണം ഇത് നിസ്സാര കാര്യമല്ല. ജനങ്ങൾ മുഴുവൻ പാനിക്കാവുന്ന ഒരു കാര്യമാണ്. കാരണം കോടതിയിൽ ഒരു അവസാന ആശ്രയം എന്ന നിലയ്ക്കാണ് നമ്മൾ കോടതിയെ സമീപിക്കുന്നത്. അപ്പോൾ കോടതിയും പോലീസും എല്ലാവരും കൂടി ഒറ്റക്കെട്ടായി നിന്നിട്ട് ഇങ്ങനെ ഒരു ആർക്കോ വേണ്ടി, എന്നോട് പല അഡ്വക്കേറ്റ്മാരും അത്രയും വലിയ ഒരു ശക്തി, അങ്ങനെ ഒരു ഇൻഫ്ലുവൻസ് ഉള്ള ഒരു വ്യക്തി ഉണ്ടായിരിക്കാം, ഒന്നോ അല്ലെങ്കിൽ അങ്ങനെ ഒരാൾ എന്തിന് ഒരു പുറംപോക്കിൽ കഴിയുന്ന ജിഷ എന്ന ഒരു സാധാരണ വീട്ടിലെ പെൺകുട്ടി, അതിന്റെ പിറകിലുള്ള കാരണങ്ങൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അത് നമുക്ക് ജിഷ പേടിച്ചിരുന്ന, അല്ലെങ്കിൽ ആ ഹിഡൻ ക്യാമറ മേടിക്കേണ്ട കാര്യമില്ലല്ലോ ജിഷയ്ക്ക്. അങ്ങനെ ഒരു ക്യാമറ വെക്കേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ മുന്നേ ഒരു ചോദ്യം ചോദിച്ചത്, ജിഷ മരണത്തിന് മുമ്പ് ജിഷ ആരായിരുന്നു എന്ന് തിരക്കിയിട്ടുണ്ടോ? ആരായിരുന്നു എന്ന് പറഞ്ഞു? ജിഷ എന്തായിരുന്നു, ജിഷ ആരായിരുന്നു പറഞ്ഞല്ലോ. ഇങ്ങനെ ജിഷയെ പേടിക്കേണ്ടത് ആരെങ്കിലും ആണ് ഇത് ചെയ്തതെങ്കിൽ എന്തിനാണ് ആ ജിഷയെ പേടിക്കേണ്ടത് എന്ന ആ സത്യത്തിലേക്ക് നമുക്ക് പറയാൻ പറ്റില്ല. അത് കണ്ടെത്തേണ്ടത് പോലീസാണെന്ന് തന്നെ ഞാൻ പറഞ്ഞു. ഇത്തരം കാര്യങ്ങൾ ഉന്നയിച്ച് കേൾക്കുമ്പോൾ ഇത് കണ്ടെത്തേണ്ടതും അന്വേഷിച്ച് കണ്ടെത്തേണ്ട കാര്യം തീർച്ചയായിട്ടും പോലീസിനുണ്ട്. പക്ഷെ പോലീസ് അതിന് തയ്യാറാവില്ല, ഒരു കാര്യത്തിനും തയ്യാറാവില്ല. കാരണം ഇതിന്റെ പുറകിലുള്ള ആൾക്കാർ അത്ര ശക്തരായിരിക്കാം. ഒരു 10 മിനിറ്റ് നീ സംസാരിച്ചിരിക്കും, ഇപ്പൊ വരാം. അല്ല, ഒരു ST/SC വിഭാഗത്തിൽപ്പെട്ട ഒരു പെൺകുട്ടി അതേമാതിരി ഇത്രയും ദുരൂഹ സാഹചര്യത്തിൽ ഇങ്ങനെ മരിക്കുമ്പോൾ ഒരു RDOയുടെ സാന്നിധ്യത്തിൽ ഇൻക്വസ്റ്റ് തയ്യാറാക്കേണ്ട ഒരു ഉത്തരവാദിത്വമുണ്ട്. പക്ഷേ ഒരു RDOനെ അറിയിക്കാതെ പോലും അവർ ഇത്ര വേഗം എല്ലാം വൈഡപ്പ് ചെയ്തിട്ടുണ്ട്. അവർ പെട്ടെന്ന് പോസ്റ്റ്മോർട്ടം നടത്തി കൊണ്ടുവന്നു, പെട്ടെന്ന് തന്നെ ശവം സംസ്കരിക്കുകയും ചെയ്തു. അത് അമീറിൻ്റെ സ്വാധീനം കൊണ്ട് അങ്ങനെ ചെയ്തു എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പം അതെന്തിനു വേണ്ടി അങ്ങനെ ചെയ്തു? ചോദ്യങ്ങൾ ഒരുപാട് ബാക്കിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഒരുപാട്. ഏറ്റവും വലിയ കാര്യം തന്നെ നമുക്ക് DNA ആണ്. DNA ഇങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് അത് തെളിയിക്കേണ്ട കാര്യം, കടമ പോലീസിനുണ്ട്. കാരണം പ്രതിയാണത് പറഞ്ഞതിൽ കൂടി ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ഒരു ഉത്തരവാദിത്വം പോലീസിനുണ്ടല്ലോ. അങ്ങനെ ഒരു സംശയം നിലനിൽക്കുമ്പോൾ, ഇപ്പം പ്രതി അങ്ങനെ പറഞ്ഞപ്പോൾ, അമീർ അങ്ങനെ പറഞ്ഞപ്പോൾ അതിനെന്ത് വാലിഡിറ്റി ആണുള്ളത്? ആ DNA-ക്ക് എന്ത് വാലിഡിറ്റി ഉണ്ട്? പ്രതിയാണ് പറഞ്ഞിരിക്കുന്നത്. അതെ, അവിടെയാണ് പ്രശ്നം. തീർച്ചയായും. അല്ല, പ്രതി പറയുമ്പോൾ അത് നുണയാകാം എന്നുള്ളത്. ഞാൻ പറഞ്ഞത് നുണപരിശോധനയ്ക്ക് കോടതിക്ക് വിധേയമാക്കാം. മറ്റൊരു അന്വേഷണം ആവശ്യപ്പെടാം. തീർച്ചയായിട്ടും ആവശ്യപ്പെടുന്നുണ്ട്. ഉണ്ട്. ഒരു ഫർദർ അന്വേഷണം ഞങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്. നിങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നു 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത്? അമീറുൽ ഇസ്ലാം നിരപരാധിയാണെന്ന് ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് കിട്ടിയ തെളിവുകൾ, നിങ്ങൾക്ക് കിട്ടിയ, വെറുതെ പറയുന്നതല്ലോ. വെറുതെ പറയുന്നതല്ല. ഇതൊക്കെ DNA നമുക്ക് വെറുതെ പറയാൻ പറ്റുമോ? അങ്ങനെയൊന്നും ഒരിക്കലും. ഇത്രയൊക്കെ പറയുമ്പോൾ ഈ അഭിമുഖം ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ ഒരു ചോദ്യം ആളുകൾക്ക് അമ്പിളി ഓമനക്കുട്ടനെ അറിയാത്തവർക്കുണ്ടാവും. ആരാണ് അമ്പിളി ഓമനക്കുട്ടൻ? ഞാൻ ഒരു എഴുത്തുകാരിയാണ്, കവിയാണ്, പിന്നെ ഒരു മനുഷ്യാവകാശ പ്രവർത്തക കൂടിയാണ്. എന്താണ് അമ്പിളി ഓമനക്കുട്ടൻ ഈ കേസിലുള്ള ഇന്റൻഷൻ എന്ന ചോദ്യത്തിന്റെ ഉത്തരത്തിന് വേണ്ടിയിട്ടാണ് ഞാനത് ചോദിച്ചത്. മനുഷ്യാവകാശ പ്രവർത്തക തീർച്ചയായിട്ടും അവിടെയുണ്ട്. കാരണം താങ്കളെ അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഞാനത് ചോദിച്ചത്. ഇപ്പോൾ അമീർ കുറ്റവാളിയാണെങ്കിൽ നമ്മൾ 100% അത് ശിക്ഷിക്കണം എന്ന് തന്നെയാണ് നമ്മൾ ആവശ്യപ്പെടുക. ഇത്തരം കാര്യങ്ങൾ നിലനിൽക്കുമ്പോൾ ഒരു നിരപരാധി ഒരിക്കലും അമീറിനെ വെറുതെ വിടണമെന്നല്ല, ജിഷ കൊലപാതകത്തിൽ ഒരു പുനരന്വേഷണം വേണം. അതെ, തീർച്ചയായിട്ടും ഒരു പുനരന്വേഷണം വേണം. അതിന് വേണ്ട തെളിവുകളാണ് നമ്മൾ. പെരുമ്പാവൂരിൽ ചിലരെങ്കിലും പറഞ്ഞു കേട്ട ഒരു കഥ നിങ്ങൾ വിശ്വസിക്കില്ല, ഞാനും വിശ്വസിക്കില്ല, കേൾക്കുന്ന സാധാരണക്കാരായവരും വിശ്വസിക്കില്ല. അതെ, ജിഷയുടെ ആത്മാവ് ആരോടൊക്കെയോ സംസാരിച്ചത്ര. അതൊക്കെ ആര് വിശ്വസിക്കാൻ? ഇല്ല, അതിലൊന്നും എനിക്ക് വിശ്വാസമില്ല. നമ്മുടെ അല്ലാത്ത ഒരുപാട് എവിഡൻസ് നമുക്കുണ്ടല്ലോ.
ശാസ്ത്രീയമായ തെളിവുകളെ മുറുക്കെ പിടിച്ചുകൊണ്ട് തന്നെയാണ് അതെ, നമുക്ക് അതാണ് വേണ്ടത്. അല്ലാതെ കോടതി ചെന്നുകൊണ്ട് ജിഷയുടെ ആത്മാവ് പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെന്ത് ലോജിക്കാണുള്ളത്? ഒരു ലോജിക്കും. അതെ, അപ്പൊ നമുക്ക് വേണ്ടത് കോടതിക്ക് തെളിവുകളാണ്. എനിക്ക് തോന്നുന്നു ഈ കാര്യങ്ങൾ വെച്ചുകൊണ്ട് തന്നെ നമ്മളത് മൂവ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും കോടതിക്ക് അത് കൺവിൻസ് ആവും. ഒരുപക്ഷെ സുപ്രീം കോടതി വധശിക്ഷ വേണ്ട എന്ന് പറഞ്ഞു മാറ്റിവെച്ചത്. അതെ, ഇപ്പൊ സ്റ്റേ ചെയ്തേക്കുവാണ്. പക്ഷെ ലാസ്റ്റ് ഹിയറിംഗ് വരുമ്പോൾ എന്തൊക്കെ ആയിരിക്കാം എന്നുള്ളത് മാറി മറിയാന്നുള്ളത് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പൊ അതിക്ക് മുൻപ് നമുക്കിത് അതിനുവേണ്ടി ഇത് ചെയ്യണം എന്നുള്ള രീതിയിലാണ് ഇപ്പൊ അതിന്റെ പേപ്പർ വർക്ക് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഒരു സർക്കാരിനെ തന്നെ മാറ്റാൻ കാരണമായ കേസുകൾ വന്നു. മറ്റൊരു സർക്കാരിന് വലിയ മൈലേജ് ഉണ്ടാക്കി കൊടുത്തു. നഷ്ടപ്പെട്ടത് ആ കുടുംബത്തിനാണ് എന്ന് പറയുമ്പോഴും ആ കുടുംബത്തിലെ ആ പെൺകുട്ടിയുടെ അമ്മയുടെ പലപ്പോഴുമുള്ള പെരുമാറ്റങ്ങൾ ആളുകളിൽ ഒരു സന്ദേഹം. പോലീസിന്റെ പലപ്പോഴുമുള്ള ഇടപെടലുകൾ അവസാനം പ്രതിയെ പിടിക്കുന്നു. ജനങ്ങൾ ഒരു ക്രൂര മുഖത്തോടെ അമീറുൽ ഇസ്ലാമിനെ നോക്കിക്കാണുന്നു. പക്ഷെ അയാളുടെ വധശിക്ഷ സുപ്രീം കോടതി സ്റ്റേ ചെയ്യുന്നു. സുപ്രീം കോടതിയിൽ കേസ് നടക്കുകയാണ്, ആക്ഷൻ കൗൺസിൽ. അതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, ജിഷയുടെ കൊലപാതകത്തിലെ പ്രതിയെ പിടിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് രൂപീകൃതമായ ആക്ഷൻ കൗൺസിൽ പ്രതി ഇപ്പോൾ നിരപരാധിയാണ്, അത് തെളിയിക്കപ്പെടണം എന്നാവശ്യപ്പെടുകയാണ്. അപ്പൊ നിങ്ങളുടെ പോരാട്ടം രണ്ടുപേർക്ക് വേണ്ടിയിട്ടാണ്. ഒന്ന് ജിഷയ്ക്ക് വേണ്ടിയിട്ടും ഒന്ന് അമീറുൽ ഇസ്ലാം. രണ്ടുപേർക്കും നീതി കിട്ടണം. യഥാർത്ഥ പ്രതി, ഈ രണ്ടുപേർക്കും നീതി കിട്ടണമെങ്കിൽ യഥാർത്ഥ പ്രതി ആര്? അതെ, ആ ഒരൊറ്റ പോയിന്റിലേക്ക് അത് പോലീസ് കണ്ടെത്തേണ്ടതാണ്. കോടതി അതിനുള്ള അനുമതി കൊടുത്ത് പോലീസ് കണ്ടെത്തണം. വിശ്വാസമുണ്ടോ? തീർച്ചയായിട്ടും കോടതി നമുക്ക് വിശ്വസിക്കാവുന്ന ഏറ്റവും വലിയൊരു. ഇനി രണ്ടാമതൊരു അന്വേഷണം പ്രഖ്യാപിച്ചു എന്നിരിക്കട്ടെ, ഇനി അന്വേഷണങ്ങൾക്കൊടുക്കം വീണ്ടും അമീർ തന്നെയാണ് പ്രതി എന്ന് തെളിയിക്കപ്പെട്ടു. അങ്ങനെ ഒരിക്കലും വരില്ല. എനിക്ക് 100% ഉറപ്പുണ്ട്. അങ്ങനെ വരില്ല. കാരണം അത്ര ശക്തമായ എവിഡൻസ് നമ്മുടെ കയ്യിലുണ്ടല്ലോ. ഇത്തരം കാര്യങ്ങളൊക്കെ കോടതി എന്ത് പറഞ്ഞ് ഗണ്ണിക്കും? ഇപ്പം ഞാൻ തുടങ്ങി നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ, പിന്നെ എൻ്റെ സുഹൃത്തുക്കൾ അവർ ചെയ്യുന്ന നമ്മളിപ്പോൾ മുന്നോട്ട് വെച്ച ഒരേ കാലടികളും അവർ ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തിനാണ് അങ്ങനെ? നിങ്ങൾക്ക് നേരത്തെ അമീറിനെ അറിയില്ല, ജിഷയെ അറിയില്ല, ജിഷയുടെ കുടുംബത്തെ അറിയില്ല, ഈ കേസുമായി ബന്ധപ്പെട്ട ഒന്നും അറിയില്ല. പക്ഷെ മനുഷ്യാവകാശ പ്രവർത്തക എന്ന നിലയിൽ താങ്കൾക്കൊപ്പം ഒരു കൂട്ടം ആളുകളും തീർച്ചയായിട്ടും ഉണ്ട്. ഞാൻ ഇതിന് ശേഷമാണ്, ജിഷ കൊല്ലപ്പെട്ടതിന് ശേഷമാണ് ആ കുടുംബമായിട്ട് കൂടുതലും, പിന്നെ രാജേശ്വരിയായിട്ടും കൂടുതൽ എടുക്കുന്നതും, പിന്നെ മറ്റുള്ള വിവരങ്ങളൊക്കെ ശേഖരിക്കുന്നതും. അന്ന് ജിഷയുടെ കൊലപാതകത്തിന് ശേഷം അയൽപക്കത്തുള്ള ഒരു സാബു എന്നുള്ളൊരു ആളെ പിടിച്ചുകൊണ്ടുപോയി. പിന്നെ അദ്ദേഹം തൂങ്ങിയിരിക്കേണ്ടായി, ആത്മഹത്യ ചെയ്തു. അതിനുള്ള കാരണം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഇപ്പൊ ജിഷയുടെ അച്ഛൻ മരിച്ചു എന്ന് പറയുമ്പോൾ ആത്മഹത്യ ചെയ്തു എന്ന് പറയുമ്പോൾ സാബുവിന് കേസുമായി എന്തെങ്കിലും ബന്ധമുണ്ടാവും? അത് ജിഷനെ കൊന്നത് സാബു എന്ന നിലയ്ക്കാണല്ലോ അവർ പിടിച്ചുകൊണ്ട് പോയത്. അപ്പൊ അതിന്റെ ഭയങ്കര ടോർച്ചറിങ് ആയിരുന്നു എന്ന് അറിഞ്ഞത്. അതിനുശേഷമാണ് അദ്ദേഹം ഇങ്ങനെ ചെയ്തതെന്ന് പറയുന്നത്. പിന്നെ പാപ്പു മരിച്ചു, റോട്ടിൽ കുഴഞ്ഞു വീണ് മരിച്ചു എന്ന് പറയുന്നു. പക്ഷെ ആ ഇതിൽ എനിക്ക് സംശയമുണ്ട്. ആവശ്യപ്പെട്ടത് അത് ശരിക്കും കുഴഞ്ഞു വീണ് മരിച്ചു തന്നെയാണോ, ഇനി വേറെ എന്തെങ്കിലും അപകടമാണോ എന്ന് പറയാൻ പറ്റില്ല. തെളിവുകളില്ല, നമുക്ക് പറയാൻ തെളിവുകളില്ല. സ്വാഭാവികമായ ഒരു അന്വേഷണം ഉണ്ടാകുമ്പോൾ ഇതൊക്കെ അതെ, എന്തൊക്കെ അന്വേഷിക്കണം. സാബുവിനെ പ്രതിയാക്കപ്പെട്ടാൽ ഒരു പക്ഷേ സാബുവിന് വേണ്ടി ചോദിക്കാനും പറയാനും മലയാളികളായ കുറച്ച് ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പൊ സാബുവിനേക്കാൾ നല്ലത് മറ്റൊരാൾ അമീർ എന്ന പേരിലേക്ക് അവർ എത്തിയതാകാം, ആകാതിരിക്കാം, അറിയില്ല. എന്തായാലും ഹൈക്കോടതി പ്രതി എന്ന് വിധിച്ച ഒരാളാണ്, പ്രതിയാണ്, നിയമത്തിന് മുന്നിൽ അയാൾ തന്നെയാണ് കുറ്റക്കാരൻ. അതിനപ്പുറത്തേക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ആക്ഷൻ കൗൺസിൽ കഴിയുമെങ്കിൽ എല്ലാവിധ ആശംസകളും. താങ്ക് യു.